മൂർത്തിയുടെ കുടുംബത്തിൽ തന്നെ ഒരു മന്ത്രവാദി ഉണ്ടായിരുന്നു എന്ന് മൂർത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മന്ത്രവാദത്തിൻ്റെ ഒരു പൈതൃകം ഈ കാട്ടുമാടൻ നാരായണനൊക്കെ ഉണ്ടായിരുന്നത് പോലെ തന്നെ മൂർത്തിക്കുണ്ട്. ഈ മന്ത്രവാദവും ദുർമന്ത്രവാദവും തമ്മിൽ വേറിട്ട് നിൽക്കുന്നുണ്ടോ? അടുത്ത കാലത്ത് ഈ മറ്റേ DK ശിവകുമാർ കർണാടകയിൽ പറഞ്ഞിരുന്നു, അദ്ദേഹത്തിനെതിരെ തളിപ്പറമ്പിൻ്റെ അടുത്ത് വെച്ച് ആരോ കൂടോത്രം നടത്തിയിരുന്നു. കുമാരസ്വാമിയാണോ എന്ന് നമുക്കറിയില്ല, അങ്ങനെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് K സുധാകരൻ്റെ പറമ്പിൽ നിന്ന് പലതും കുഴിച്ചെടുക്കുകയുണ്ടായി. പുരാവസ്തു തകിടുകളൊക്കെ ധാരാളം കിട്ടി. മുമ്പ് PM സുധീരനും KPCC പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പറമ്പിൽ നിന്നും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഈ കൂടോത്രത്തിലൊക്കെ കാര്യമുണ്ടോ? മന്ത്രവാദവും ദുർമന്ത്രവാദവും, ഈ ദുർമന്ത്രവാദികളുടെ അവസാനം എങ്ങനെയായിരിക്കും എന്നും കൂടി അറിഞ്ഞാൽ കൊള്ളാം. ഇപ്പോൾ അങ്ങ് പറഞ്ഞ ഒരു ഉദാഹരണം DK ശിവകുമാറിൻ്റെ കാര്യമാണല്ലോ പറഞ്ഞത്. DK ശിവകുമാർ ഇത് പറയുമ്പോൾ കർണാടക സർക്കാർ വളരെ സുരക്ഷിതമായിരുന്നു. ഇപ്പോഴോ? ഇപ്പോൾ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് രൂക്ഷമായിട്ട് കർണാടക. ആഭ്യന്തര പ്രശ്നമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ 2033 ഇനി DK ശിവകുമാറിന് വേണമെങ്കിൽ മുഖ്യമന്ത്രി ആകാൻ പറ്റുള്ളൂ. കാരണം അവിടെ ഈ ഒന്ന് കഴിഞ്ഞ വേറെ ഗവൺമെൻറ്റാണ്. അതെ അതെ അതെ. അപ്പോൾ അദ്ദേഹം ഇപ്പം തന്നെ സിദ്ധരാമയ്യ പണി ചെയ്താലേ നടക്കുള്ളൂ. അതെ, അത് ശരിയാണ്. ഈ ഒരു വിഷയം നടക്കുമ്പോൾ ഒരാൾ തലയുറ്റി വീണു. അപ്പോൾ ബാഹ്യമായ കാരണം അയാൾ രാവിലെ ഭക്ഷണം കഴിച്ചില്ലെന്നോ അല്ലെങ്കിൽ പ്രഷർ താഴ്ന്നാണെന്നോ ഒക്കെ പറയാമെങ്കിലും അയാൾക്ക് പ്രബലനായൊരു ശത്രു ഉണ്ടെങ്കിൽ അതിന് അൺസീനായിട്ട് അദൃഷ്ടമായൊരു കാരണത്തെ കണ്ടെത്തേണ്ടി വരും. അതായത് അതോടുകൂടി അയാൾ തകർന്നുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ, അത് ഒന്നുകൂടി അതായത് ഒരാൾക്കൊരു ശത്രു ഉണ്ടെങ്കിൽ, പ്രബലനായ ശത്രു ഉണ്ടെങ്കിൽ അയാൾ ചിന്തിക്കണം എൻ്റെ വീഴ്ചയ്ക്ക് എന്താണ് യഥാർത്ഥ കാരണം എന്ന് അയാൾ ചിന്തിക്കണം സ്വയം. അതാ ഞാൻ ചോദിക്കട്ടെ, ഏതൊരു നിർമ്മലാനന്ദഗിരി സ്വാമി പറയായിരുന്നു, പിന്നെ ഒരു രോഗം വന്നാൽ അത് ആദ്യം കണ്ടെത്തുന്ന ഡോക്ടറല്ല നമ്മൾ തന്നെയാണ്. അതെ, നമ്മൾ പുറത്തൊരു വേദന ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടാണല്ലോ ഈ ഡോക്ടർ അവിടെ നിൽക്കണേ. അപ്പം നമ്മുടെ ചിന്തയിലാണത് വരുന്നത്. അപ്പോൾ DK ശിവകുമാറാണ് ആദ്യം ചിന്തിക്കേണ്ടത്. അല്ല, അയാൾക്ക് വന്നിട്ടുണ്ടാവും, അയാൾക്ക് എന്തോ ഒരു അയാൾ ഹോസ്പിറ്റലായിരുന്നു ആ സമയത്ത്. അപ്പോൾ അയാൾ ഇത് എവിടെ നിന്ന് വന്നു അയാൾ ചിന്തിച്ചിട്ടുണ്ടാവും. ഒരു പക്ഷേ അയാൾ ഏതെങ്കിലും നല്ല ജോലിസിനടുത്ത് പോയിട്ടുണ്ടാവും, ആരൂഢം വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർ കേരളത്തിൽ നിന്ന് വന്നാണെന്നുള്ള പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അയാളുടെ ഏജൻസിനെ വിട്ട് അന്വേഷിച്ചിട്ടുണ്ടാവും. പിന്നെ തളിപ്പറമ്പല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എനിക്കിതിരെ ഏറ്റവും പ്രബലമായൊരു കള്ളപ്രചരണം എന്ന് വെച്ചാൽ, ഞാനൊരു ലേഖനത്തിൽ എഴുതി ഈ 4-ാം വേദക്കാരുടെ, അങ്ങനെയാണ് പൊതുവെ പറയുക, സത്യത്തിൽ 4-ാം വേദം നമ്മുടേതാണ്, അഥർവവേദമാണ്. പക്ഷേ 4-ാം വേദക്കാരുടെ അഭിചാരം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ക്രിസ്ത്യൻ മുസ്ലിം, അതായത് ഹിന്ദുവിന് ബാഹ്യമായിട്ടുള്ള ആളുകൾ ചെയ്തതെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാനതിൽ എഴുതി, ഈ അറബി മാന്ത്രികം കൊണ്ട് ആണ് ആഭിചാരം ചെയ്യുന്നതെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്, അല്ലെങ്കിൽ അതിനെ തടുക്കാൻ പ്രയാസമാണ്. കാരണം നമ്മുടെ ശുദ്ധദേവതകൾ കൊണ്ടുള്ള ഉപാസനയുള്ളവർക്ക് പോലും ഇത് ഏറ്റിട്ടുണ്ട്. കൃഷ്ണനെയോ രാമനെയൊക്കെ വിളിക്കുന്നവർക്ക് പോലും ആഭിചാരാദി ശല്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണല്ലോ കേരളത്തിൽ നിഴൽക്കുത്ത് പാട്ട്, ചാറ്റുപാട്ടുണ്ടായത്. അതായത് മഹാഭാരതത്തിലെ ഉപകഥയെ ആശ്രയിച്ചിട്ട്, മഹാഭാരതം എക്സാക്ട്ലി അല്ല, അതിൽ നിന്ന് പിന്നെ ബീജമെടുത്തിട്ടാണ് നിഴൽക്കുത്ത് പാട്ട്. അത് വേല സമുദായക്കാരുണ്ടാക്കിയതാണ്. ആ ചാറ്റുപാട്ട്, ഈ ചാറ്റൽ എന്ന് അവരുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മന്ത്രവാദം അർത്ഥം, ചാറ്റൽ. അപ്പോൾ ചാറ്റുപാട്ടിൽ പറയുന്നത് ദുര്യോധനന് എന്ത് ചെയ്തിട്ടും, ചാറ്റലിന് തൂറൽ എന്ന് പറയും, തൂറൽ, മുത്തുത്തൂറൽ, മുടിയിൽ തൂറൽ എന്നൊക്കെ പറയും. ഇവിടെ കേട്ടാൽ അത് അർത്ഥം മാറി. അപ്പോൾ ആ പാട്ട് കേട്ടില്ലേ, മുത്തുത്തൂറൽ, മുടിയിൽ തൂറൽ. അപ്പോൾ വേറൊന്നുണ്ട്, തൂറൽ നിന്തുപോച്ചു എന്നൊരു പാട്ട്, അതുകൊണ്ട് അവിടെ തോന്നുന്നു ചാറ്റൽ മഴ എന്നാണ്. അപ്പോൾ ഈ ചാറ്റുപാട്ടിൻ്റെ ഇതിവൃത്തം എന്താണ്? വേല സമുദായക്കാർ കൺദൃഷ്ടി ദോഷം ഒഴിക്കാനും ആഭിചാര ദോഷങ്ങൾ ഒഴിക്കാൻ വേണ്ടിയൊക്കെ ചാറ്റുപാട്ട് പാടിയിരുന്നു. അതിൻ്റെ ഇതിവൃത്തം എന്ന് വെച്ചാൽ, ദുര്യോധനൻ കാട്ടിൽ നിന്നൊരു മലയനെ വരുത്തിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇത്രയും കാലം ശ്രമിച്ചിട്ട് പാണ്ഡവന്മാരെ കൊല്ലാൻ പറ്റുന്നില്ല. കാരണം അവരുടെ കൂടെ ഈശ്വരൻ ശ്രീകൃഷ്ണ രൂപത്തിൽ ഉണ്ട്. അപ്പോൾ അവരെ എങ്ങനെയെങ്കിലും വധിക്കണം. നേരിട്ട് കൊന്നാൽ നാട്ടിൽ മാനക്കേടായി, യുദ്ധം ചെയ്യാതെ കൊന്ന രാജാവുന്നായി. അവരെ ചിത്രവധം ചെയ്യണം, അതായത് അവരെ ഒരു നിമിത്തം വെച്ച് കൊല്ലണം. അതിന് വേണ്ടിയിട്ട് മലയനെ വരുത്തി. മലയന്മാരെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മന്ത്രസിദ്ധിയുള്ളവരാണ്. മലയൻ ബ്രാഹ്മണനല്ല, ബ്രാഹ്മണ ഹെജിമണിയൊന്നും അവിടെ വർക്ക് ചെയ്യില്ല. അയാളൊരു കാട്ടുവാസി, കിരാതൻ. അയാൾ ഭാര്യയോട് പറഞ്ഞു, എന്നെ രാജാവ് വിളിച്ചിട്ടുണ്ട്, ഇന്ന് പോകണം. എന്തിനാണെന്നറിയില്ല. ചെന്നപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, ഈ മലയന് മന്ത്രം അറിയുമെന്നറിയണമല്ലോ. അതുകൊണ്ട് കാവൽക്കാരായി നിൽക്കുന്ന ആ ശിപായിയോട് പറഞ്ഞു, അവനെ അകത്ത് കടത്തിവിടരുത്. അപ്പോൾ എന്ത് ചെയ്തിട്ടും ശിപായി കടത്തിവിടുന്നില്ല, അതായത് ഈ കാവൽക്കാരൻ.
ക്രുദ്ധനായ മലയൻ അവനെ സ്തംഭിപ്പിച്ചു എന്നാണ് മന്ത്രം കൊണ്ട്. അകത്ത് സുഖമായിട്ട് കടന്നു വന്നു. അപ്പോൾ രാജാവിന് മനസ്സിലായി ഈസ് കേപ്പബിൾ ഓഫ് ഡൂയിങ് ദിസ്. സോസറി എന്നൊക്കെ പറയില്ലേ, ബ്ലാക്ക് മാജിക്, സോസറി, വിച്ച് ക്രാഫ്റ്റ്. അത് ഇവിടെ മാത്രമൊന്നുമല്ല, ലോകം മുഴുവനുണ്ട് ഈ സാധനം. ഷേക്സ്പിയർ നാടകത്തിലില്ലേ, ഇഷ്ടം മാക്ബത്തിലുണ്ട്, വിച്ചസ് ഉണ്ട്, വിച്ച് ക്രാഫ്റ്റ് ഉണ്ട്. ഇംഗ്ലീഷുകാർ പറഞ്ഞാൽ നല്ലതാണല്ലോ, മലയാളത്തിൽ ഗുരുമൂർത്തി എഴുതുമ്പോഴാണല്ലോ അത് അന്ധവിശ്വാസമാവുന്നത്. അപ്പോൾ അങ്ങനെ വന്നു. ദുര്യോധനൻ പറഞ്ഞു ഇന്ന ആൾക്കാരെയാണ് കൊല്ലേണ്ടത്. അത് കേട്ടപ്പോൾ, കാരണം സാധാരണ ജനങ്ങളുടെ മനസ്സിൽ രാജാവ് അർജുനനും കൂട്ടരും തന്നെയാണ് ഇപ്പോഴും. ദുര്യോധനൻ അവിടെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. ജനങ്ങളുടെ മനസ്സിൽ പഞ്ചപാണ്ഡവന്മാർ രാജാക്കന്മാരാണ്, അവരെ കൊല്ലുക എന്ന് പറഞ്ഞാൽ വലിയ നിന്ദയാണ്. ഞാൻ പണ്ടൊരു സങ്കല്പമുണ്ട്, ഷഡ്കർമ്മങ്ങൾ. കൊട്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിന്ദയുടെ പ്രശ്നം ഇല്ല, കൊട്ടേഷൻ എടുത്തില്ല അയാൾ വന്നു എന്നല്ലേ ഉള്ളൂ, ആ കാര്യം അറിയില്ല അയാൾക്ക്. അയാൾ ചോദിച്ചു എന്താ വേണ്ടത്, അപ്പോൾ ഒരു പഞ്ചപാണ്ഡവന്മാരെ കൊല്ലണം. അത് കേട്ടപ്പോൾ അയാൾക്ക് വിഷമായി. ആ ചാറ്റുപാട്ടിൽ തന്നെ പറയുന്നുണ്ട്, ഷഡ്കർമ്മങ്ങൾ നൃപനേൽക്കില്ല, ഭൂപതിക്ക് ഷഡ്കർമ്മങ്ങൾ ഏൽക്കില്ല എന്നാണ്. പക്ഷേ രാജാവിന് ശാന്തികർമ്മം, അതായത് ആദ്യം പറയുന്ന കർമ്മം നമ്മൾ ഈ പൂജാദികൾ ചെയ്യുന്ന, നിങ്ങൾ അങ്ങ് പറഞ്ഞ ആ മന്ത്രവാദം, അതാണ് ശാന്തികർമ്മം. അടുത്ത് വരുന്നു സ്തംഭനം, ഉച്ചാടനം, വശ്യം, മോഹനം, മാരണം. ഈ 6 കർമ്മങ്ങളാണ് ഷഡ്കർമ്മങ്ങൾ തന്ത്രത്തിൽ പറയുന്നത്. ഈ ഷഡ്കർമ്മങ്ങളും നൃപൻ ഏൽക്കില്ല എന്നൊരു വിശ്വാസമുണ്ട് പണ്ട്. കാരണം നൃപൻ അതിനൊക്കെ വേണ്ടിയുള്ള മന്ത്രോപാസനയും ഗുരു ഉപദേശവും ഉള്ള ആളായിരുന്നു അന്ന്. ഈ സുധാരണമാരിയല്ല, ഒരു തകിട് വെക്കുമ്പോഴേക്ക് ബുദ്ധി പറന്നു പോവുക എന്നൊരവസ്ഥയൊന്നും അന്നുണ്ടായില്ല. അപ്പോൾ ദുര്യോധനെ എന്ത് ചെയ്യാൻ പറ്റും? ദുര്യോധനോട് തിരിച്ചു പറയാൻ പറ്റില്ല. രാജാവ് വിളിച്ചാണ് കഴുത്തിൻ്റെ മേലെ തലയിട. നൃപനെ ഏൽക്കില്ല എന്ന് പറഞ്ഞില്ലേ, പിണറായി വിജയനെ ഏൽക്കുമോ? നൃപനെ ഏൽക്കില്ല, നൃപനെ ഏൽക്കില്ല എന്നാണ് പറഞ്ഞത്. നൃപ ശബ്ദത്തിന് വലിയ അർത്ഥമുണ്ടല്ലോ. നരന്മാരുടെ പതിയാണ്, മനുഷ്യരെ ഭരിച്ച് അവരെ നന്മ കൊണ്ടുവരുന്നവനാണ്, ഭൂപതിയാണ്. പിണറായി വിജയനെ അങ്ങനെ കാണാൻ പറ്റുമെന്ന് എനിക്ക്, അവരുടെ മനസ്സിൽ അങ്ങനെയാണ്. ചന്താരകവും പിന്നെന്താ വേറൊരു കാരണഭൂതനൊക്കെ ആണെങ്കിലും നമ്മുടെ അനുഭവം കൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോഴും ആ ഗൗരവം വന്നിട്ടില്ല. അദ്ദേഹം ഒരു പാർട്ടി സെക്രട്ടറിയുടെ തലത്തിൽ നിന്ന് ഒരിക്കലും ഉയരാത്ത ഒരാളാണ്. അദ്ദേഹത്തെ ഒരിക്കലും നമുക്ക് ആ നൃപ ശബ്ദം കൊണ്ട്, മോദിയൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം നൃപനാണ്, രാജ്യത്തെ ഭരിക്കുന്നു എന്നൊരു തോന്നലുണ്ട്, ലോകം മുഴുവൻ അത് എത്തിക്കുന്നു. ഞാനത് പക്ഷപാതപരമായിട്ട് പറയല്ല. സത്യത്തിൽ ഈ മോദിയെ നൃപനായിട്ട് കാണാമെങ്കിൽ, പിണറായി വിജയന് വേണമെങ്കിൽ മോദിക്കെതിരെ കൂടോത്രം ചെയ്യാം. പക്ഷേ ഏൽക്കില്ല നേരത്തെ പറഞ്ഞു, അതും പറഞ്ഞു. അതാ പ്രശ്നം. ചാറ്റുപാട്ടത്തിൽ പറയുന്നുണ്ട് നൃപന് ചാറ്റൽ ഏൽക്കില്ല. പിന്നെ ജോർജ് സോറോസിനെ പിടിക്കുക, അതിനെ നിർത്തിയുള്ളൂ. അതും ഒരു തരം കൂടോത്രമാണ്. ഞാൻ പിന്നെ അതിനെപ്പറ്റി പറയാം. അതായത് മലയനോട് പറഞ്ഞു. അപ്പം മലയനോട് പറഞ്ഞു ഇത് ചെയ്തിട്ട് ഇവിടുന്ന് പോവാമെന്ന് പറഞ്ഞു. ഇല്ലാതെ വിട്ടു പോകാൻ പറ്റുന്ന വിചാരിക്കേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലായ കാര്യം, കൊല്ലും. നിവൃത്തിയില്ലാതെ മനസ്സിൽ പഞ്ചപാണ്ഡവന്മാരോടും ഭഗവാനോടും മാപ്പ് പറഞ്ഞുകൊണ്ട് അയാൾ വെറ്റിലെടുത്തിട്ട്, വെറ്റിലയിൽ അഞ്ജനം പുരട്ടി, കന്മഷി പുരട്ടിയിട്ട് മന്ത്രം ചൊല്ലും. അപ്പം ആദ്യം കൊല്ലേണ്ടവൻ്റെ മുഖം വന്നു. ആരാണ്? ധർമ്മപുത്രൻ. ധർമ്മപുത്രൻ എന്ന് പറഞ്ഞാൽ, ധർമ്മപുത്രൻ്റെ വീക്ക്നെസ് എന്താണെന്ന് ഞാൻ പറയാം. എനിക്കൊക്കെ പലപ്പോഴും അനുഭവിക്കേണ്ടത്, അയാൾ ധർമ്മിഷ്ഠൻ എന്നുള്ളതാണ് അയാളുടെ ദോഷം. എന്തിനും ശങ്കയാണ്. അയാൾ ഇത് ശരിയാണോ ഞാൻ ചെയ്യുന്നത്, ഈ മർമ്മം നോക്കുക, എല്ലായിടത്തും ഇത് ശരിയാണോ ഞാൻ, അങ്ങനെ ഒരു മനുഷ്യനാണ്. അയാളെ കൊല്ലണം. അപ്പോൾ അയാളെ മനസ്സിൽ പടഞ്ഞു, അയ്യോ ഇയാൾ ധർമ്മപുത്രരാണ്, എങ്ങനെ കൊല്ലും? അപ്പോൾ ധർമ്മപുത്രരെ ഇങ്ങനെ ഇതിൽ കാണുമ്പോൾ പുറകിൽ വേറെ ആൾ നിൽക്കണം, കൃഷ്ണൻ. ഒരിക്കലും കൊല്ലാൻ പറ്റില്ല. പക്ഷെ അടുത്ത് നിന്നിട്ട് വാള് വെച്ചിട്ട് വിരട്ടുകയാണ് ആര്? ദുര്യോധനൻ. സൂചി കൊണ്ട് ധർമ്മപുത്രരുടെ കഴുത്തിന് കുത്തുന്നു. ധർമ്മപുത്രർ അവിടെ ദൂരത്ത് മൃതപ്രായനായി വീഴുന്നു. അങ്ങനെ ഓരോരുത്തരെ ഈ അഞ്ജനത്തിൽ വരുത്തി കൊല്ലുന്നു എന്നാണ് ചാറ്റുപാട്ട്. ഇത് മഹാഭാരതത്തിലുള്ള കഥയല്ല. അതിൽ നിന്ന് ചില സൂചനകൾ എടുത്തിട്ടാണ് നിഴൽക്കുത്ത് പാട്ടുണ്ടാക്കി. നിഴൽക്കുത്ത് ഈ അഞ്ജനത്തിൽ ഇയാളുടെ നിഴൽ കാണും, അയാളെ സൂചി കൊണ്ട് കുത്തുക. സോസറിയാണ്, കൃത്യമായിട്ട് സോസറിയാണ്. നിഴൽക്കുത്ത് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്, അടൂരിൻ്റെ ഉണ്ട്. അതിന് ഇത് ഞാൻ കണ്ടിട്ടില്ല ആ പടം, അത് ഞാൻ കേട്ടിട്ടുണ്ട് അതിനെപ്പറ്റി. അപ്പോൾ ഈ ഒരു ചിന്ത എങ്ങനെ ആൾക്കാർക്ക് വരുന്നു? നേരിട്ട് ഞാൻ അങ്ങയെ കൊല്ലാൻ വന്നാൽ കേസായി പോകലായി, ഞാൻ അകത്തായി. അങ്ങയുടെ പ്രാണനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ സ്വയം അങ്ങ് രോഗം ദുരിതം കൊണ്ടോ അല്ലെങ്കിൽ അങ്ങ് സ്വയം മടുത്തിട്ട് ആത്മഹത്യ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അങ്ങ് ഞാൻ മറ്റു രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ചോദ്യം. ചിന്ത കൊണ്ട് ഒരു ഫിയറി തോട്ട് ഇതിൻ്റെ പിന്നിൽ, എല്ലാ ആഭിചാരത്തിൻ്റെ പിന്നിലും ഒരു ഫിയറി തോട്ട് ഉണ്ടായിരിക്കും, ഒരു രൂക്ഷമായ ചിന്തയുണ്ടായിരിക്കും. അപ്പം നമ്മോട് രൂക്ഷമായ ചിന്ത വരാൻ തക്കോണം നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവണം. എന്നുവെച്ചാൽ അയാളെ വേദനിപ്പിക്കുന്നതോ അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ മതിയല്ലോ ഇന്നത്തെ കാലത്ത് പ്രകോപിതനാവൻ. നമ്മളൊരാൾ പറയുകയാണ് നിങ്ങൾ ചെയ്ത് ശരിയായില്ല, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഈ മഞ്ഞക്കുറ്റി ഇവിടെ എൻ്റെ വീട്ടിൽ കൊണ്ടിടണ്ട, അപ്പോഴേ പോലീസുകാർ നമ്മളെ നോട്ട് ചെയ്യാണ്. അപ്പോൾ
ഒരാൾക്ക് നമ്മോട് ശത്രുത ഉണ്ടാവാൻ വിധത്തിലുള്ള വാക്കോ പ്രവൃത്തിയോ നമ്മുടെ ഭാഗത്ത് നിന്ന് അറിഞ്ഞോ അറിയാതെ ഉണ്ടായിട്ടുണ്ടാവും. അയാളത് ഉള്ളിൽ കൊണ്ടു നടക്കുകയും അതിന് നേരിട്ട് കേസിൽ ഇൻവോൾവ് ആവാത്ത രീതിയിൽ അയാളെ എങ്ങനെ സ്വയം നശിക്കുന്ന രീതിയിലാക്കാം, ഈ ചിന്തയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. പക്ഷേ ഇനി ഒന്നിലും ഇടപെടാത്ത ആൾക്കാർ ഇതിന് ഇരയായിട്ടുണ്ട്. കാരണം ചില തറവാടുകളൊക്കെ ഒന്നിച്ച് വേര് കുറ്റിയേറ്റ് പോയത് നമുക്കറിയാം. പലയിടത്തും ആളുകളുടെ ശാപം കൊണ്ട് നശിച്ച ആളുകളുണ്ട്. അങ്ങനെയാണല്ലോ നമ്മുടെ ഇളയടമൊക്കെ പറഞ്ഞിടക്കുന്ന ഒരു കഥയില്ലേ, ഗാന്ധിജിയെ കയറ്റാത്ത ഇല്ലം ഇന്ന് CATUവിൻ്റെ ഓഫീസാണ്. അതെ, ഒരു പക്ഷേ ഒരു മനുഷ്യനെ അകത്ത് കയറ്റാത്തപ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സിലൊരു ഫിയറി തോട്ട് ഇടുകയാണ് നമ്മൾ. അയാൾ തപസ്വിയാണെങ്കിലോ അത് വളരെ ശക്തിയായിട്ട് തീർച്ചയായിട്ടും അങ്ങനെ അത് ഞാൻ എപ്പോഴും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ പല നമ്പൂതിരി സമുദായത്തിൻ്റെ ഇല്ലങ്ങളും പറമ്പും ഒക്കെ പോയതിൻ്റെ പിന്നിൽ ഒരു നമ്മൾ എത്രത്തോളം വെള്ളപൂശാൻ പറ്റാത്തൊരു ഡാർക്ക് ഹിസ്റ്ററി ഉണ്ട്. അതായത് മനുഷ്യരോട് ഇവർ മനുഷ്യരാണെന്ന് കരുതി പെരുമാറാൻ അറിയാത്തൊരു തരം ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് ഹിന്ദുമതത്തിൻ്റെ മേലെ കെട്ടിവെക്കണമെന്നേ നമ്മൾ പറയുന്നുള്ളൂ. ചില ആളുകളുടെ സ്വാർത്ഥത, ഉടമ അടിമ ബന്ധം അതെല്ലാവർക്കും ഉണ്ടല്ലോ, ഉണ്ട്, എല്ലാ വിഭാഗക്കാർക്കും ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഈ നമ്മളിപ്പോൾ താണത് എന്ന് പറയുന്ന ജാതിക്കാർ, അവർക്ക് തമ്പ്രാനെതിരെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഉപാധിയും കൂടിയായിരുന്നത്. ഉടമ നമ്മുടെ അവകാശങ്ങൾ തടഞ്ഞു വെക്കുമ്പോൾ, നമ്മളെ ചവിട്ടി മതിക്കുമ്പോൾ ഇവന് അപകടം പറ്റും. അങ്ങനെയാണ് ഈ ഒടിവിദ്യയൊക്കെ പാലക്കാട് ജില്ലയിലൊക്കെ ഉണ്ടായെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. വലിയ തമ്പ്രാൻ വന്നിട്ട് ചെറ്റ പൊക്കാൻ വരുമ്പോൾ തമ്പ്രാനെ വഴിയിൽ നിന്ന് തന്നെ ഉപദ്രവിക്കുക. ഇത് ആഭിചാരത്തിൻ്റെ രഹസ്യ സ്വഭാവമാണ്. ഒരു മനുഷ്യനോടുള്ള പക, ദേഷ്യം വന്നാൽ എനിക്കറിയാവുന്ന പല പകൽ മാന്യന്മാരായ പകൽ വേദം പഠിപ്പിക്കുന്ന ആളുകളും ഒന്നാന്തരം ദുർമന്ത്രവാദികളാണ്. ഞാൻ ഈ വിഷയം എഴുതിയതിന് ശേഷം ഇത്തരത്തിലൊരു വേദാശ്രമത്തിൽ പഠിച്ച ആദ്യകാലത്തൊരാൾ എനിക്ക് മെസ്സേജ് അയച്ചു, സാർ ഞാൻ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുകയാണ്, ആ പ്രമുഖ വ്യക്തിയുമായിട്ട് തെറ്റിയതിൻ്റെ പേരിൽ. അങ്ങനെയൊക്കെ ഉണ്ടാവാം. ഇപ്പോൾ സുധാകരൻ്റെ കാര്യം എടുക്കാം. സുധാകരൻ ഒരിക്കൽ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്കാണെന്ന് തോന്നുന്നു ശ്രീരാമനെ പറ്റി ഒരു വളരെ മോശമായൊരു ഉപമ നമ്മുടെ കെ സുധാകരൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പരസ്യമായിട്ട് എഴുതി, ഇത് ഇയാളുടെ വാക്കിനെ നശിപ്പിക്കും. കാരണം രാമൻ നമ്മുടെ എത്രയോ സഹസ്രാബ്ദങ്ങളെല്ലാം ആരാധനാമൂർത്തിയാണ്. ഒരു ഉദാഹരണത്തിന് പോയിട്ട് പോലും ലക്ഷ്മണനെ കുറ്റം പറയുക, മോശം പറയുക, തെക്കനും വടക്കനുമായിട്ടാണ് ചിത്രീകരിക്കുന്നത്, ലക്ഷ്മണനെ മോശമായിട്ട് പറയുക, അത് പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അതിന് ശേഷമാണ് പടിയായിട്ട് ഉയരാന്നുള്ളതിന് നേരെ വരുന്നത്, പടിയായിട്ട് ഇറങ്ങിക്കൊണ്ട് വരികയാണ്. ശരിയാണ്, അദ്ദേഹത്തിന് KPCC പ്രസിഡന്റ് എന്നുള്ളതിലേക്ക് ജോലി ചെയ്യാനേ പറ്റിയിട്ടില്ല. അതാണ്. അപ്പം കൃത്യമായി ഇതാണ് സോസറി ചെയ്യുന്നത്. ബേസിക്കലി സോസറി ചെയ്യുന്നത് എന്താണ്, നിങ്ങൾ നിങ്ങളുടേതായ കാരണങ്ങളാണെന്ന് വിശ്വസിക്കുകയും എന്നാൽ ബാഹ്യമായ ഒരു അൺനോൺ റീസൺ ഉണ്ടായിരിക്കും ചെയ്യാം. യുക്തിയാൽ കണ്ടുപിടിക്കാൻ പറ്റാത്തത്, ടെസ്റ്റുകളിൽ കണ്ടുപിടിക്കാൻ പറ്റാത്തത്, അതിന് ഏക വഴി ഡിവൈനേഷൻ എന്നൊക്കെ പറയുന്ന പ്രശ്നം വെക്കലാണ്. അല്ലെങ്കിൽ ഒറ്റ രാശി വെക്കുമ്പോൾ പറയും 8 ഗുളികനാകാരണേ, എന്തായാലും എന്തോ ഒരു പണി വന്നിട്ടുണ്ടെന്ന് ജ്യോത്സ്യന്മാർ പറയും. ഇത് യുക്തിവാദികൾ ഒരിക്കലും അംഗീകരിക്കില്ല. ഇനി യുക്തിവാദികൾ ഇത് മാത്രമാണോ അംഗീകരിക്കാത്തത്? ഏറ്റുമാനൂരപ്പനെ ഞാൻ പോയി പ്രാർത്ഥിച്ചു, ഒരു ഉണ്ണി ഉണ്ടാവണം, ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചു, ഒരു ഉണ്ണി ഉണ്ടായി. ഞാൻ എന്താ പറയുക, ഏറ്റുമാനൂരപ്പ നന്ദി. ഇത് യുക്തിവാദി കേട്ടാൽ എന്താ പറയുക, ഏറ്റുമാനൂരപ്പനാണോടോ കൊച്ചിൻ്റെ അച്ഛൻ എന്ന് ചോദിക്കും. അപ്പോൾ ഇവർ നമ്മുടെ ശാന്തികർമ്മത്തെ അംഗീകരിക്കുന്നില്ല, ദുർമന്ത്രവാദത്തെ മാത്രമല്ല, ഒന്നിനെയും ഇവർ അംഗീകരിക്കുന്നില്ല. അപ്പോൾ അവരോട് തർക്കിച്ച് സമയം കളയാന്നുള്ളത് വേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ആ വിഭാഗം മറുപടി അറിയിക്കുന്നില്ല. കാരണം ഈ യുക്തിവാദത്തിൽ ഒരു യുക്തിയില്ല. ഇംഗർസോള്, യുക്തിവാദികളുടെ തലതൊട്ടപ്പൻ ഇംഗർസോള് സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടി. അപ്പോൾ ഇംഗർസോള് പറഞ്ഞു, നിങ്ങൾ ജീവിതത്തിൻ്റെ രസം ആസ്വദിക്കുന്നില്ലെന്ന് സ്വാമിയോട് പറഞ്ഞു. സ്വാമി പറഞ്ഞു, ജീവിതത്തിൻ്റെ ഓരോ തുള്ളിയും ആസ്വദിക്കാനുള്ള വിദ്യ ഞാൻ പറഞ്ഞുതരാം. അവർ വലിയ സൗഹൃദമായിരുന്നു. പോൾ ഡോയ്സൺ, ഗൗരവപ്രകൃതക്കാരനായ ജർമ്മൻ തത്വചിന്തകൻ, ആദ്യമായി ഉപനിഷത്ത് മൊഴിമാറ്റം ചെയ്തപ്പോൾ അയാൾ ഈ ഉപനിഷത്തിൻ്റെ പുസ്തകം തലയിൽ വെച്ചിട്ട് അയാളുടെ വീടിന് മുമ്പ് കൂടെ സ്ട്രീറ്റിലൂടെ ഡാൻസ് ചെയ്ത് നടത്തുന്നതാണ്. അപ്പോൾ ഇത് അൺനോൺ ആയിട്ടുള്ള ഒരു കാര്യത്തെ അനുഭവവേദ്യമാക്കുന്ന ശാസ്ത്രമാണ്. ഇതിപ്പോൾ പരീക്ഷണാർത്ഥം അങ്ങേക്കൊരു വയറുവേദന ഉണ്ടാക്കി കാണിക്കാൻ പറഞ്ഞ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ പിന്നെ ഒരു ഫിയറി തോട്ട് വേണം. എനിക്ക് ഐ ഷുഡ് ഫീൽ സം എനിമിറ്റി ടുവേർഡ്സ് യു. ഒരുപക്ഷെ അങ്ങയുടെ ഉയർച്ചയിലോ എന്നേക്കാൾ അങ്ങേക്ക് അറിവുണ്ടെന്ന കാര്യത്തിലോ ഒരു അസൂയയോ എന്തെങ്കിലും ഒരു അങ്ങയെ എൻ്റെ ശത്രുവാക്കി നിർത്തുന്ന എന്തെങ്കിലും ഒന്ന് വേണം. അങ്ങനെ അതുണ്ടാവുന്നു. വിവേകാനന്ദ സ്വാമി കശ്മീരിൽ നിവേദിതയോടുകൂടെ ഉള്ള സമയത്ത് ഒരു മുസ്ലിം ഫക്കീറിൻ്റെ ശിഷ്യൻ
ഒരു മുസ്ലിം പയ്യൻ സ്വാമിയുടെ പ്രസംഗം കേൾക്കാൻ വന്നു. 2-3 ദിവസം ഇരുന്നപ്പോൾ അയാൾക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം വലിയ ഇഷ്ടമായി. റോമാ റോളാങ് പറഞ്ഞിട്ടുണ്ടല്ലോ, ബെയ്ത്തോവൻ്റെ സിംഫണി നെപ്പോളിയൻ്റെ മാർച്ചിങ് ഒരുമിച്ച് നടന്നാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടതെന്നാണ്. ബെയ്ത്തോവൻ്റെ സിംഫണിയുടെ അതേ മാധുര്യവും നെപ്പോളിയൻ്റെ മാർച്ചിങ്ങിൻ്റെ ശക്തിയും ഒരുമിച്ചതാണ് വിവേകാനന്ദ സ്വാമിയുടെ പ്രസംഗം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ സ്വാമിയുടെ പ്രസംഗം കേട്ടിട്ട് ഈ ചെറുപ്പക്കാരന് വലിയ ആകർഷണം തോന്നിയിട്ട് അവിടെ ഇരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനിവിടെ ചേരാൻ പോവാണ് അങ്ങയോടൊപ്പം. സ്വാമിജി പറഞ്ഞു, നിങ്ങൾക്കൊരു ഗുരു ഉണ്ടല്ലോ. അല്ല, അങ്ങനെയല്ല, എനിക്കിനി ഇവിടെ മതി. കുറേ ദിവസം ഈ ശിഷ്യനെ കാണാതായപ്പോൾ ഫക്കീർ അന്വേഷിച്ചു. പറഞ്ഞു, ഇന്നൊരു ഹിന്ദു സന്യാസി വന്നിട്ടുണ്ട് കശ്മീരിൽ, അയാളുടെ കൂടെയാണെന്ന് പറഞ്ഞു. ശിഷ്യനോട് പറഞ്ഞു, നിൻ്റെ ആ സ്വാമിയോട് പറഞ്ഞേക്ക് 2 ആഴ്ച സമയം ഞാൻ തരും, അതിനുള്ളിൽ നിന്നെ വിട്ടില്ലെങ്കിൽ അയാൾ ചോര ഛർദ്ദിക്കും എന്ന് പറഞ്ഞു. സ്വാമി തമാശയാക്കി എടുക്കും. കാരണം സ്വാമി ഒരു യുക്തിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ വരുന്ന ആളാണ്. കാരണം ബ്രഹ്മസമാജത്തിലായിരുന്നു ആദ്യം. രാമകൃഷ്ണദേവനെ കാണുന്നതിന് മുമ്പ് രാമകൃഷ്ണദേവനോട് ചോദിച്ചല്ലോ, നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോന്ന്. ആ ചോദ്യത്തിൻ്റെ ഉറവിടം എവിടെ നിന്നാണ്? ബ്രഹ്മസമാജത്തിൽ അതാണ്. അദ്ദേഹം പറഞ്ഞു, കണ്ടിട്ടുണ്ട്, നിന്നേക്കാൾ വ്യക്തമായി കാണുന്നുണ്ടെന്ന്. അപ്പോൾ ആ മറുപടി ഇയാളെ ഒലച്ചു കളഞ്ഞു. അപ്പോൾ ബേസിക്കലി വിവേകാനന്ദ സ്വാമി വളരെ ഒരു ലോജിക്കലി ചിന്തിക്കുന്ന സ്കെപ്റ്റിക് ആയിട്ടുള്ള ഒരാളാണ്. ഐ കെൻ സേ എ ബെർട്രൻഡ് റസൽ ഇൻ എ മങ്സ് ഫോം. റസലിൻ്റെ സ്കെപ്റ്റിസിസം അത് ഈ യുക്തിവാദികളെ പറ്റി പറയുമ്പോൾ ഞാൻ ഓർത്തിരുന്നു. ഈ മറ്റേ അദ്ദേഹത്തിൻ്റെ രാമകൃഷ്ണ പരമഹംസൻ്റെ വചനാമൃതത്തിലെ ആവർത്തിച്ചു വരുന്ന ഒരു ഉപമ, കടലിൻ്റെ ആഴമളക്കാൻ പോയ ഉപ്പുപ്രതിമ, ഉപ്പുപാവ. അത് രമണ മഹർഷിയും പറയുന്നുണ്ട് ഇതേ കാര്യം. കടലിൻ്റെ അതാണ് പറഞ്ഞത്, സത്യത്തെ അറിയാൻ പറ്റാത്തതും സത്യത്തിൽ അലിയാൻ പറ്റുന്നതുമായ ഒന്നാണ് ഹിന്ദുമതം. അറിഞ്ഞവൻ പറയാൻ ബാക്കിയുണ്ടാവില്ല. നമ്മളിന്ന് ഭിന്നമായൊരു അറിവല്ല ഇവിടുത്തെ ആത്യന്തിക. എൻ്റെ ഉണ്മയാണത്, ഞാൻ അറിഞ്ഞാൽ പിന്നെ മിണ്ടാൻ പറ്റില്ല എനിക്ക്. അതുകൊണ്ട് രാമകൃഷ്ണനോട് ചോദിച്ചു, ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. ഉടനെ രാമകൃഷ്ണൻ പറയാം, മനുഷ്യൻ എച്ചിലാക്കാത്തൊരു വാക്ക്. ബാക്കിയുണ്ടാവില്ല, എച്ചിലുണ്ടാവില്ല. അതാണ്. അപ്പോൾ വിവേകാനന്ദ സ്വാമികൾ ഇത് കൂസലാക്കിയില്ല. 2 ആഴ്ച കഴിഞ്ഞ് കൃത്യമായിട്ട് സ്വാമിക്ക് വല്ലാത്ത വയറുവേദന വന്നു, ഉരുണ്ടും മറിഞ്ഞു, ചോര ഛർദ്ദിച്ച് തളർന്നു സ്വാമി. നിവേദിത കണ്ടുകൊണ്ട് നിൽക്കുകയാണ്, മറ്റ് ശിഷ്യന്മാർ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. വിരജാനന്ദ സ്വാമി, രാമകൃഷ്ണ മഠത്തിലെ വിരജാനന്ദ സ്വാമി, കാളീകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പേര്, പൂർവാശ്രമത്തിൽ. വിരജാനന്ദ സ്വാമി എഴുതിയ ഒഫീഷ്യൽ ബയോഗ്രഫിയിൽ ഇതുണ്ട്. അപ്പോൾ ആ ഒഫീഷ്യൽ ബയോഗ്രഫിയിൽ ഇത് എൻ്റർ ചെയ്യണമെങ്കിൽ അതൊരു there must be some truth in it. അതാ ശങ്കരാചാര്യരെ പറ്റി ഉണ്ട്, അതിലുണ്ട്. എന്താണ്, കാപാലിക മതക്കാരിൽപ്പെട്ട ഒരാൾ സ്വാമിക്കെതിരെ ആഭിചാരം ചെയ്തു. സ്വാമി കഠിനമായ അതിലുണ്ടത്. സാക്ഷാൽ ശങ്കരാചാര്യരാണ്. ഇവിടെ എനിക്ക് വേണ്ടിയിട്ട് ഭക്തരെന്ന് ചമയുന്ന യുക്തിവാദികൾ പറയാണ്, തമ്പ്രാൻ്റെ സിംഹത്തെ അന്വേഷിച്ചു പോയ ഒരു കാട്ടാളിൻ്റെ കഥയുണ്ട്, ഒരു പൂജയും പഠിക്കാതെ. അത് ഞാൻ വായിച്ചിരുന്നു. അപ്പോൾ ശങ്കരാചാര്യരുടെ ആ കഥയിൽ ഇത് അയാൾ വായിച്ചില്ലെന്ന് ഞാനും വിചാരിച്ചു. അല്ലാതെ അതാണ്, ഇതൊന്നും വായിക്കുകയല്ല അവരുടെ ജോലി. പണ്ട് മലയാളത്തിൽ ഒരു എവിടുന്നോ കോപ്പി പേസ്റ്റാണ്. അമ്മയുടെ ഉപദേശാമൃതത്തിൽ കഥയുണ്ട്. അത് ഭാവത്തെ പറ്റിയാണ് പറയുന്നത്. ശുദ്ധമായ ഭാവന ഉണ്ടെങ്കിൽ ഈശ്വര ദർശനം കിട്ടുന്നതാണ്. പൂജ വേണ്ടെന്നോ ജപം വേണ്ടെന്നോ ആഭിചാരത്തിന് ശക്തിയില്ലെന്നോ തെളിയിക്കുന്നില്ല. ഈ നരസിംഹമൂർത്തി എന്താണ്? കൃത്യമായ ആഭിചാരത്തെ തടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മന്ത്രവിധാനമുണ്ട്, നരസിംഹ മന്ത്രമുണ്ട്. എൻ്റെ മുത്തശ്ശൻ്റെ കയ്യിലുള്ള വലിയ ഗ്രന്ഥം എൻ്റെ അടുത്തുണ്ട്. ആ ഗ്രന്ഥത്തിൽ അനേകം ഇങ്ങനത്തെ മന്ത്രങ്ങളുണ്ട്. എനിക്കുണ്ടായ കൈവിഷബാധയിൽ അവർ പറയുന്നത് നിങ്ങൾക്ക് ഗ്യാസ്ട്രോ എൻട്രോളജിനെ കണ്ടാൽ മതിയായിരുന്നു എന്നാണ്. കോഴിക്കോട് വിനയേന്ദ്രൻ നായരുണ്ട്, അയാളെ കണ്ടാൽ മതിയായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. സീനിയർ ഡോക്ടറാണ്. ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനെ കണ്ടാൽ മാറുന്നതാണ് ഈ കൈവിഷത്തിൽ. മൂർത്തിക്കെതിരെ ആരെങ്കിലും കൂടോത്രം ചെയ്തതായിട്ട് വല്ല വിവരമുണ്ടോ? അനേകം ഉണ്ടല്ലോ, അനേകം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അത് എഴുതിയിരുന്നു അതിൽ. അതായത് ഞാനൊരു ദിക്കിൽ, കൊല്ലം ജില്ലയിലാണ്, സ്ഥലം പറയുന്നില്ല, ഒരു വീട്ടിൽ പോയി. അപ്പോൾ അവിടെയുള്ള പ്രധാനപ്പെട്ട അവിടുത്തെ ഒരു സ്ത്രീ, ഞാൻ ഈ ശബരിമല സമയത്ത് രാവിലെ വെളുപ്പിന് എനിക്ക് മെസ്സേജ് അയക്കും, ഒരു 4 മണി. ഞാൻ എവിടെയെങ്കിലും പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്ന് കിടക്കാൻ നേരത്ത് കിണിങ്ങിണി നീ മെസ്സഞ്ചറിൽ മെസ്സേജ് വരും. നോക്കുമ്പോൾ ഇവർ ഇന്നിട്ട ജൂബ എവിടെ നിന്ന് വാങ്ങിയതാണ്, എന്തിനാ ഇന്ന ഷോൾ അങ്ങനെ ഇട്ടെ, ഇന്നത്തെ കുറി നന്നായിട്ടുണ്ട്. ഇവരുടെ ഇംഗിതം എനിക്ക് മനസ്സിലായി. എങ്ങോട്ടാണ് ഈ റൂട്ട് പോകുക. കാരണം ഈ സ്ത്രീ മുമ്പ് സന്ദീപാനന്ദഗിരിയായിട്ട് വലിയ ബന്ധമായിരുന്നു. അപ്പോൾ പിന്നെയാണ് ഞാൻ അന്വേഷിച്ച് മനസ്സിലാക്കിയത്. അപ്പോൾ ഇവരെ ഒന്ന് കൈ കിട്ടണം, ഇവർ 2 എണ്ണം പറയണമെന്ന് എൻ്റെ മനസ്സിൽ. എനിക്കിങ്ങനെ അപ്പം തന്നെ തുടങ്ങും. ഭാഗ്യവശാൽ ഒരു പരിപാടിയിൽ ഇവരെ കണ്ടു. ഞാൻ ഇറങ്ങി, നിങ്ങൾ ഇന്ന ആളല്ലേ എന്ന് ചോദിച്ചു. വിറയ്ക്കാൻ തുടങ്ങി. എല്ലാവരും ഉണ്ട് ചുറ്റിലും.
എനിക്ക് അങ്ങനെയുള്ളൂ, എനിക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ല. കണക്കിനായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊരു ഭർത്താവില്ലേ വീട്ടിൽ, നിങ്ങൾ ഈ പുലർച്ചെയും ഒക്കെ എൻ്റെ തുണിയും ഇത് നോക്കേണ്ട കാര്യം എന്താണ്? വല്ലാണ്ട് കടാ പറഞ്ഞു ഞാൻ. ഇവരിത് മനസ്സിൽ വെക്കുമല്ലോ. പിന്നീട് കുറേ ഈ പ്രശ്നമൊക്കെ ഒന്ന് ഒതുങ്ങി അടുത്ത കാലത്ത് 2023 ഇവരെ വീട്ടിലാണ് സംഘാടകർ എനിക്ക് ചായ ഏർപ്പെടുത്തിയത്. ഞാനത് വിചാരിച്ചില്ല. ഇതേപ്പറ്റിയൊക്കെ അറിയുന്ന ആളാണെങ്കിൽ പോലും ഇത് ഞാൻ വിചാരിച്ചില്ല. എൻ്റെ രീതി ശത്രുത എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ട് തീർക്കണി, തല്ലാൻ വന്നാൽ പറ്റുന്ന പോലെ അങ്ങോട്ട് തല്ല, അല്ലാതെ അവനെ പോയിട്ട് ഒളിച്ചു പോയിട്ട് കൂടോത്രം ചെയ്യുക എന്നുള്ള പരിപാടി നമുക്കില്ല. ഇവരുടെ കയ്യിൽ നിന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുതരുന്നത്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ നിന്ന് ആ ശത്രുതയൊക്കെ പോയി, പറഞ്ഞോടുകൂടി എൻ്റെ വിഷമം പോയി. ഇത് കഴിച്ചിട്ട് ഞാൻ വീട്ടിൽ വന്നു. പിറ്റേ ദിവസം മുതൽ എനിക്ക് ഇടുപ്പിൻ്റെ ഈ കാലിൻ്റെ മുകൾ ഭാഗത്ത് അസഹ്യമായ വേദന. അപ്പം ഞാൻ പണ്ട് ഈ കിക്ക് ബോക്സിങ്ങും കരാട്ടയൊക്കെ പഠിക്കാൻ കുറച്ച് നേരം പോയിട്ടുണ്ട്. അപ്പോൾ ഈ അന്നൊക്കെ പറ്റി എന്തേ ആണോ, അന്ന് വല്ല എല്ലിനും വല്ലതും പറ്റിയോ, ഇപ്പോഴാണോ അത് വരുന്നത്, കുറേ ആലോചിച്ചു. ഒന്നുമല്ല, ഇതിങ്ങനെ കണ്ടിന്യൂസ് ആണ്, ഉറങ്ങാൻ പറ്റില്ല. ഇടത്തോട്ട് ചെരിഞ്ഞ് കിടന്നാൽ ഇടത്തെ ഇടുപ്പിൻ്റെ അവിടെ വേദന, വലത്തോട്ട് കഴിഞ്ഞാൽ അവിടെ ഉറക്കമില്ലാണ്ടായി. ഒരു കാരണം കാണുന്നില്ല. ഞാനിങ്ങനെ പരിപാടിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറേ മാസങ്ങളിത് അലട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നെ. ഹെവി പെയിനാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ ട്രെയിൻ ഇറങ്ങി വരികയാണ്. ഇവരുടെ അതിന് ഫസ്റ്റ് ഇൻസിഡൻറ്റ്, ഇവരുടെ വീട്ടിൽ നിന്ന് തിരിച്ച് ഞാൻ കോഴിക്കോട് ട്രെയിൻ ഇറങ്ങുമ്പോൾ പുലർച്ചെ ഒരു 5 മണിക്കാണ് ട്രെയിൻ ഇറങ്ങുന്നത്, 5-5:30 ആയിട്ടുണ്ട്. ട്രെയിൻ ഇറങ്ങി എല്ലാവരും കൂടെ ഞാൻ നടക്കുകയാണ്. സുബോധത്തോടുകൂടി തന്നെ നടക്കണം, ഒരു കുഴപ്പമില്ല. പെട്ടെന്ന് കൺകെട്ടിയ പോലെ എനിക്ക് ഇരുട്ട്, ഒന്നും കാണുന്നില്ല. ഒരു വീഴ്ചയാണ് വീണു. പുറത്ത് വലിയ ഹെവി ബാഗുണ്ട്. ഞാൻ വീണിട്ട് രണ്ട് കൈയുടെ ഇവിടെ മുറിഞ്ഞു, മുട്ടിൻ്റെ ഇവിടെയും മുറിഞ്ഞു. ചെറിയ മുറിവുകളാണ്, പക്ഷേ വീഴ്ച എനിക്കൊരു ഷോക്ക് ഉണ്ടാക്കി. അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, ദർ ഇസ് സംതിങ് ദാറ്റ് ഈസ് വർക്കിംഗ് എഗൻസ്റ്റ് മീ. അപ്പോൾ ഞാൻ വൈഫിനോടൊക്കെ പറഞ്ഞിങ്ങനെ കൈക്കൊക്കെ മുറിവ് പറ്റി പറഞ്ഞെങ്കിലും ആർക്കൊന്നും മനസ്സിലാവുന്നത് എന്താ പെട്ടെന്ന് ഇങ്ങനെ വീഴാൻ. ഞാൻ മദ്യപാനം ഇല്ലാത്ത ആളാണ്, അങ്ങനെ ഒരു വീഴേണ്ട കാര്യമില്ല. പക്ഷേ അത് അങ്ങേക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് നമ്മൾക്കൊന്നും കാണാൻ പറ്റാണ്ടാവും. അതെ, അതിന് മന്ത്രവാദിൽ കൺകെട്ടെന്ന് പറയും. അങ്ങനെ വിദ്യയുണ്ട് മന്ത്രവാദിൽ. ഞാൻ വീട്ടിൽ പോയി സ്ഥിരമായിട്ട് നിത്യേനയുള്ള ഉപാസനയൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. ഞാനൊരു 3 മണിക്കൂറൊക്കെ ഇരുന്നിട്ട് ജപിക്കുന്ന ആളാണ്, എനിക്ക് പറ്റുന്നില്ല. 10 മിനിറ്റ് ഇരിക്കുമ്പോഴേക്ക് വേദന സഹിക്കുക. ആ മന്ത്രം ജപിക്കുക, ഡിഫെൻസ് എടുക്കുക എന്നുള്ളത് പോലും ശരിക്കും ചെയ്താൽ സാധ്യമല്ല. കുറേ മാസങ്ങളിങ്ങനെ പോയി, സഹിക്കാൻ വയ്യ. ഞാൻ രാത്രി ഉറക്കമില്ലാണ്ടിരുന്നിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എങ്ങനെയോ കുറച്ച് നേരം കിടന്നപ്പോൾ മുത്തശ്ശൻ സ്വപ്നത്തിൽ വന്നിട്ട്, അത് കുറേ പേര് കളിയാക്കിട്ട്, എങ്ങനെയാണ് മുത്തശ്ശൻ വന്ന് യുക്തിവാദികൾ സ്വപ്നത്തിൽ വരിക പറയുക, അങ്ങനെ എല്ലാം നിരാകരിക്കേണ്ടി വരും. സ്വപ്നത്തിൽ വന്നിട്ട് ഈ പുസ്തകം തുറന്നിട്ട് ഇങ്ങനെ കാണിച്ചു ഒരു മന്ത്രം, ഒന്നും ഡയലോഗൊന്നുമില്ല, ഇങ്ങനെ കാണിച്ചു. അപ്പോൾ എനിക്കത് മനസ്സിലായി. അപ്പോൾ സമയം ഏകദേശം 6-6:30 രാവിലെ 6:30 അത്ര വൈകിട്ടാണ് ഉറങ്ങണത്. അങ്ങനെ എഴുന്നേറ്റ് അന്ന് സന്ധ്യയ്ക്ക് ജപിച്ച് നെയ്യ് സേവിച്ചു. 36 രൂപയെ ജപിച്ചുള്ളൂ. അന്ന് രാത്രി കടന്നു, 11:30 മണിക്ക് കടന്നു. ഉറങ്ങാൻ പറ്റുന്നില്ല. ശരീരമാസകലം വേദനയും വയറൊക്കെ ഉരുണ്ടു മറിയുകയാണ്. മരിച്ചു പോകുന്നതായി, മൃതപ്രായനായി, നിഴൽക്കൊത്ത് വിട്ടവരായി. പിറ്റേന്ന് ഉറങ്ങിയില്ല. ഉച്ചയ്ക്ക് 12 മണിക്ക് ഞാൻ കിടക്കുകയാണ്. എനിക്ക് വെജിറ്റേറ്റിംഗ് സ്റ്റേറ്റാണ്. നമ്മളിങ്ങനെ ഒരു പച്ചക്കറി കിടക്കണമെങ്കിൽ കിടക്കുക, ഒന്നിനും പറ്റുന്നില്ല, നിത്യകർമ്മമില്ല. 12:30 മണിയായപ്പോൾ ഉച്ചയ്ക്ക് പെട്ടെന്നൊരു ഉരുണ്ടുമറിച്ചിൽ വേഗം ബാത്റൂമിലേക്ക് പോയതും ഒരു 8-9 തവണ അങ്ങോട്ട് ഛർദ്ദിച്ചു. ഛർദ്ദിക്കുക വെച്ചാൽ അടിവായിട്ട് ഇങ്ങോട്ട് പാതാളക്കരണ്ടിട്ട് പറിക്കുന്ന പോലെയാണ്. സാധാരണ ഛർദ്ദിയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ അതുപോലെ പെയിൻ അനുഭവിച്ചിട്ടില്ല. ഞാൻ ചത്തു എന്ന് വിചാരിച്ചു. ഞാൻ ചോരപ്പം ഛർദ്ദിക്കുന്നതായി മനസ്സ്. ഛർദ്ദിച്ച് അവസാനം ഒരു വിരലിൻ്റെ അറ്റം ഭാഗത്തുള്ള ഒരു കഷണം, ഒരു കറുത്ത നിറത്തിൽ, കരിനീല നിറത്തിലൊരു സാധനം ഛർദ്ദിച്ചു. സെഡിമെൻ്റ് എന്ന അടിയിൽ. അതിനുശേഷം വായും മുഖമൊക്കെ കഴുകി കിടന്നു. ഞാൻ ഉറങ്ങിപ്പോയി. പക്ഷേ അതുപോലെ ക്ഷീണമാണ്, കുറേ ദിവസമായിട്ട് ഉറക്കമില്ല. സ്വപ്നത്തിൽ ആഞ്ജനേയൻ വന്നിട്ട് കാണിച്ചു തരികയാണ് ഈ സ്ത്രീയെ. മുത്തശ്ശൻ കാണിച്ചു തന്നിട്ട് ഡയലോഗൊന്നുമില്ല, ഇങ്ങനെ കാണിക്കുകയാണ്.
അപ്പോൾ എനിക്ക് അപ്പോഴാണ് അതുവരെ എനിക്ക് ഇവരെ സംശയിക്കുന്നില്ല, ആ കാര്യമേ ഞാൻ മറന്നു. ഒരാൾ ചായ ഒന്ന് കുടിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഒരു നല്ല കൈവിഷബാധ തന്നെയാണ്. അത്ഭുതം, ഫിസിക്കലി ഞാൻ അനുഭവിച്ചിരുന്ന ഇടുപ്പിൻ്റെ 2 ഭാഗത്തെ വേദന ആ ദിവസം മുതലില്ല. ഇപ്പോൾ നമ്മൾ എത്ര മണിക്കൂർ എവിടെ ഇരിക്കണം? ഇങ്ങനെ ഇരിക്കുക സാധ്യമായിരുന്നില്ല. അവസാനമായിട്ട് ഈ മുത്തച്ഛൻ മന്ത്രവാദിയായിരുന്നല്ലോ. അതെ, മന്ത്രവിത്തായിരുന്നു, അങ്ങനെ പറയണം. മന്ത്രം അറിയാവുന്ന ആളാണ്. അതെ, മന്ത്രം അറിയാവുന്ന ആളാണ്. ഈ മൂർത്തിക്ക് കൂടോത്രം ചെയ്യാൻ അറിയാമോ? ഞാൻ പറയാം, എനിക്ക് വിദ്യകളറിയാം. ഞാനിത് പുസ്തകത്തിൽ വായിച്ചതും മറ്റും അറിയാം. മറ്റൊരാളെ നശിപ്പിക്കുക എന്നത് ഒന്നാമത് ബ്രാഹ്മണധർമ്മമല്ല, ഒന്നാമത്തെ കാര്യം അല്ല. നമ്മൾ ശാന്തി കർമ്മങ്ങളാണ് ചെയ്യേണ്ടത്. ഒരാൾ നമ്മളൊന്ന് പരാതി പറയുകയാണ്, എനിക്ക് ഇങ്ങനൊരു വിഷമുണ്ട് കുടുംബത്തിൽ, അപ്പോൾ അതിനെന്താ പരിഹാരം പറയാമെന്നല്ലാതെ മറ്റൊരാളെ കിടത്തുക, ഉപദ്രവിക്കുക, കൈവിഷം കൊടുക്കുക, അല്ലെങ്കിൽ അവരെ നശിപ്പിക്കാൻ ചിന്തിക്കുക, ആ ചിന്ത പോലും കർമ്മദോഷമാണ്. അത് ബ്രാഹ്മണൻ എന്നല്ല, ഒരാളും ചെയ്യാൻ പാടില്ല. നേരത്തെ അങ്ങ് ചോദിച്ചാൽ ഇവർ അന്ത്യം എന്താവുന്നു. ഇപ്പോൾ എനിക്ക് കൈവിഷം തന്ന സ്ത്രീ അവർ ചിന്തിക്കുക, ഓ മൂർത്തി വീണു എന്നാണല്ലോ. അറിഞ്ഞിട്ടുണ്ടാവും അവർ, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വീണ കാശ് മുടക്കിയാണല്ലോ. അപ്പോൾ എനിക്ക് ചെറിയൊരു ഫലം വേണ്ടേ. ഇപ്പോൾ ഹനുമാൻ ലങ്കയിൽ പോയപ്പോൾ ഈ അവിടെ രാവണൻ സീറ്റ് ഓഫർ ചെയ്തില്ല. അപ്പോൾ ഹനുമാൻ ഇത് മോശമാണ്, ദൂതനോട് അങ്ങനെ പെരുമാറാൻ പാടില്ല എന്നാണ്. രാവണൻ ആ മറന്നിട്ടാണ് പെരുമാറുന്നത്. ഇപ്പോൾ സീറ്റില്ലാന്ന് കണ്ടപ്പോൾ ഹനുമാൻ സ്വയം സീറ്റ് ഉണ്ടാക്കിയല്ലോ. അത് വാലോട് തന്നെ സീറ്റ് ഉണ്ടാക്കി മേലെ കയറിയിരുന്നല്ലോ. അപ്പോൾ അതിനൊരു തന്ത്രശാസ്ത്രത്തിൽ പറയും, ഹനുമാൻ അഹങ്കാരമില്ലാത്ത ആളായതുകൊണ്ടാണ് ശനി പിടിക്കാത്തതെന്ന്. ഒട്ടും അഹങ്കാരം, തൻ്റെ ശരീരബലത്തെ പറ്റിയോ തൻ്റെ ശക്തിയെ പറ്റിയോ ഒന്നും അഭിമാനമില്ലാത്ത ആളാണ് ഹനുമാൻ. അന്നൊരു ദിവസം മാത്രമാണ് അഭിമാനം ഉണ്ടായി. എന്തിൻ്റെ പേരിൽ? വാലിൻ്റെ പേരിൽ. അന്ന് ആ വാലിന് തീം പിടിച്ചു. അതായത് ഹനുമാനെപ്പോലെ ദേവതയ്ക്ക് പോലും സ്വാഭിമാനം വല്ലാതെ വന്നാൽ, എൻ്റെ വാല് എനിക്കെത്ര സിദ്ധിയുണ്ടെന്ന് വന്നാൽ ശനി അത് നോക്കിയിരിക്കുകയാണെന്ന് പറയും. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ മറ്റൊരാൾക്കെതിരെ സ്തംഭനമോ ഉച്ചാടനമോ വശ്യമോ മോഹനമോ മാരണമോ ചെയ്യുകയാണെങ്കിൽ തിരിച്ച് നിങ്ങൾക്കത് വരും. കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഈ ABC ചാനലിനെ ഒരാൾ ഹാക്ക് ചെയ്തിരുന്നു. ഞാൻ അറിഞ്ഞു. അത് സൈബർ കൂടോത്രമാണ്. തീർച്ചയായിട്ടും. അതപ്പോൾ ചെയ്തവന് തിരിച്ചു കിട്ടില്ലേ? അതിങ്ങനെയാണ്. അതായത് നമ്മൾ ആരാധിക്കുന്നൊരു വ്യക്തി ആരും ആയിക്കോട്ടെ, ആ വ്യക്തിക്കെതിരെ ഒരാളൊരു കല്ലെറിഞ്ഞാൽ ഈ ആരാധിക്കുന്ന അത്രയും പേരുടെ മനസ്സിലൊരു വേദന ഉണ്ടാവും. ആ കളക്റ്റീവ് വേദന തീർച്ചയായിട്ടും ആരാണോ ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ട് തേടി. മഹാഭാരതത്തിൽ പറയുന്നത് 100 പശുക്കളെയും പശുക്കുട്ടികളെയും മാറ്റി നിർത്താം, പിന്നീട് വിട്ടു കഴിഞ്ഞാൽ ഓരോ പശുക്കുട്ടിയും തൻ്റെ സ്വന്തം തള്ളയെ തേടിപ്പിടിച്ച് പാൽ കുടിക്കുന്നതാണ്. അതുപോലെ കർമ്മം ചെയ്തവനെ അത് വിടില്ല. അതെവിടെ ഒളിച്ചാലും തേടിപ്പിടിച്ച് വേട്ടയാടി പിടിച്ചോളും. എങ്കിൽ ആ ചെയ്തവൻ ഈ നിമിഷം മുതൽ പേടിക്കട്ടെ. തീർച്ചയായിട്ടും. അതിൻ്റെ ഒരു ഉദാഹരണം, ഇപ്പോൾ സുധാകരൻ്റെ കാര്യം തന്നെ പറയാമല്ലോ. അയാൾ എത്ര ശക്തനായിരുന്നു. ബ്രണ്ണൻ കോളേജിലെ രഹസ്യങ്ങളൊക്കെ നമ്മൾ കേരളത്തോട് വിളിച്ചു പറഞ്ഞവരാണ്. പിണറായി വിജയൻ ഇതുവരെ തള്ളിക്കൊണ്ടിരുന്നതൊക്കെ തെറ്റാണെന്നും ഇയാളൊരു ഭീരുവാണെന്നും നമ്മോട് പറഞ്ഞത് സുധാകരനാണ്. ആ സുധാകരൻ ഇപ്പം മാളത്തിലിരിക്കേണ്ട അവസ്ഥയാണ്. അങ്ങനെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ തിരിക്കാൻ പറ്റുന്നത്? അല്ല, അദ്ദേഹത്തിന് പരിഹാരം ചെയ്യാമല്ലോ. അതെ, അതാണ്. അപ്പോൾ ഈ ഒരു പരിഹാരം ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ശാന്തി കർമ്മങ്ങളെ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരാൾ വരികയാണ്, ഇങ്ങനെ ആഭിചാരം ഏറ്റുണ്ടെന്ന് പറഞ്ഞാൽ അതിനുള്ള കർമ്മങ്ങൾ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ അടുത്ത് വന്ന് ഒരുപാട്, ഇപ്പോൾ ഈ എപ്പിസോഡിലും തീരില്ല, ഒരുപാട് ആളുകൾ 10-50 കുടുംബങ്ങൾ ഇതുപോലെ വന്നിട്ടുണ്ട്. പല ആളുകളും. ഒരു വീട്ടിൽ ഇതുപോലെ ഒരു പെൺകുട്ടി കോഴിക്കോട് പന്തീരങ്കാവ് MSc ഫിസിക്സ് പഠിച്ച കുട്ടിയാണ്. ആ കുട്ടിക്ക് വിവാഹം നടക്കുന്നില്ല, 10-30 വയസ്സായി. ഈ 10-30 വയസ്സിനിടയ്ക്ക് 12 തവണ കണ്ടിച്ചാടി. അപ്പോൾ അസ്വാഭാവികമാണ്. ഈ കുട്ടിയുടെ അച്ഛൻ മരിച്ചുപോയി കുറേ മുമ്പ്, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്. ആ കിണർ മൂടുകയായിരുന്നു നല്ലത്. അതെ, അതാണ് നല്ലത്. നാട്ടുകാർക്ക് രാത്രി എണീറ്റ് വരണ്ടല്ലോ. അതെ, നല്ലൊരു ജോക്കാണ്. പക്ഷേ അതിനൊരു മറുവശം പറയാം. ഒരു കിണറല്ല അവൾ ചാടുന്നത്, അവൾ നടന്നു പോയി ചാടുകയാണ്. അവൾ സ്വന്തം വീട്ടിലെ കിണറാണെങ്കിൽ അത് മൂടിയാൽ മതി. ഇത് പഞ്ചായത്തിലെ മൊത്തം കിണർ മൂടേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഈ കുട്ടി അവളുടെ അമ്മ എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് വിചിത്രമായ കാര്യമാണ് പറയുന്നത്. അതായത് രാത്രി ഈ കുട്ടിയോട് ഞാൻ ചോദിച്ചു, എന്താ നിനക്ക് ഇങ്ങനെ ചാടാൻ തോന്നണേ? രാത്രി ഉറങ്ങിയാൽ അച്ഛൻ ഉടനെ വരും. മരിച്ച അച്ഛൻ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ മരിച്ചാണ്. മോളെ വാ പോവാം, കൂട്ടിക്കൊണ്ട് പോകാത്രേ. എന്നിട്ട് ഏതെങ്കിലും കണ്ടിക്കൊണ്ടിട്ട് ഇവർ രണ്ടാളോട് ചാടും. ഇവർക്ക് മാത്രമല്ല ഫിസിക്കൽ ഫോമുള്ളൂ. ഇതാരെങ്കിലും പറഞ്ഞ് വിശ്വസിക്കും. ഇത് തനി വിഡ്ഢിതരാണ്, അന്ധവിശ്വാസമാണെന്നല്ലേ പറയുള്ളൂ. പക്ഷേ ഈ കുട്ടി അനുഭവിക്കുന്നതാണ്. ഇവൾ കണ്ട് ചാടുന്നുണ്ട്. അപ്പോൾ ഈ ദുരിതത്തിന് പരിഹാരം വേണ്ടേ? ഇപ്പോൾ അച്ഛനുണ്ടോ പ്രേതമുണ്ടോ എന്നുള്ള അവിടെ നിൽക്കട്ടെ. ഈ കുട്ടി അപ്പോൾ ഈ സൈക്യാട്രിസ്റ്റിനൊക്കെ ഒരുപാട് കാണിച്ചു.
സുരേഷ്, കോഴിക്കോട്ടിലെ സുരേഷ് എന്ന് പറഞ്ഞൊരു സൈക്കാട്രി ബേബി മോറിൽ ആളായിട്ട് കാണിച്ചു പലതവണ. അവർ പറയുന്ന പരിഹാരമൊന്നും ഇവർക്ക് ശരിയാവില്ല. അപ്പം ഞാൻ എൻ്റെ അടുത്ത് ഈ കുട്ടി ഹനുമാൻ്റെ വിഗ്രഹം ഉണ്ടാവും ഇപ്പോൾ, അതൊരു പരിഹാരമൂർത്തിയാണ്. അപ്പോൾ ഞാനത് എനർജൈസ് ചെയ്യാനൊരു പരിപാടി ഉണ്ട്. അതിനെ മന്ത്രം ജപിച്ച് അതിലൊരു സാന്നിധ്യം വരുത്തുക. അത് കൊടുത്തിട്ട് പറഞ്ഞു അത് കന്നിമൂലയിൽ വെച്ചിട്ട് വീടിൻ്റെ പിന്നെ നെയ്വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കണം. ഹനുമാൻ ചാലീസയൊക്കെ എന്ത് വേണം ചൊല്ലാം, കുഴപ്പമില്ല. സുന്ദരകാന്ഡാണ് ഏറ്റവും നല്ലത് ചൊല്ലാമെന്ന് പറഞ്ഞു. അപ്പോൾ സുന്ദരകാന്ഡത്തിന് ഒരു ക്ലാസ് തുടങ്ങാൻ കാരണം അതാണ്. ഇപ്പോൾ എല്ലാവർക്കും പൊതുപരിഹാരമായിട്ടാണ്. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ട് സുന്ദരകാന്ഡത്തിന് വലിയ പ്രാധാന്യമാണല്ലോ. അപ്പോൾ ഈ കുട്ടി അത് വിശ്വാസം ഉണ്ടായില്ല, എന്നാലും ചെയ്തു. കാരണം ഒരുപാട് പരിഹാരം അവർ ചെയ്തതാണ്. സത്യസന്ധമായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ ഈ കുട്ടിയും അമ്മയും അവരുടെ കല്യാണ കത്തുമായിട്ട് ആദ്യം കാണാൻ വന്നത് തന്നെയാണ്. വിവാഹം നിശ്ചയിച്ചു. അതിനുശേഷം ഹനുമാൻ്റെ വീട്ടിൽ സാന്നിധ്യത്തിന് ശേഷം അവൾക്ക് ആ രാത്രി അച്ഛൻ്റെ ദർശനം ഇല്ലാണ്ടായി. അപ്പോൾ അത് എന്തൊരു നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത എന്തൊരു ഒരു റിലേഷൻ അതിലുണ്ടല്ലോ. ഈ പ്രേതാത്മാവ് വന്ന് വിസിറ്റ് ചെയ്യുകയും ഇവളെ ഇങ്ങനെ സാഹസം ചെയ്യാൻ പ്രേരിപ്പിക്കും. അങ്ങനെ മൂർത്തി ചെയ്യുമ്പോൾ അത് പരിഹരിക്കപ്പെടുന്നുള്ള വിശ്വാസം മൂർത്തി പൂർണ്ണമായിട്ടുമുണ്ട്. ഞാൻ ഹനുമാനെ കൊടുക്കുമ്പോൾ തന്നെ എനിക്കറിയാം പ്രശ്നം കഴിഞ്ഞു എന്നുള്ളത്. കാരണം ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറയാണ്, ആഭരണങ്ങൾ നമ്മുടെ സുഗ്രീവൻ കൊടുക്കും. ഈ കുരങ്ങന്മാർ കണ്ടെത്തിയതാണ്. ഒരു സ്ത്രീയെ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോകുമ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് കൈവളയും തളയും ഒക്കെ ഊരിയിടുന്ന് കണ്ടു. അത് കുരങ്ങന്മാർ കൊണ്ടെത്തുന്നതാണ്. ഇത് നിങ്ങളുടെ ഭാര്യയുടെ തന്നെയാണെന്ന് നോക്കൂ, തെളിവ് കൊടുക്കുകയാണ്. രാമൻ പറഞ്ഞ വാക്കെന്താ വെച്ചാൽ, ലക്ഷ്മണ നീ നോക്കൂ, കണ്ണീര് കൊണ്ട് എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലെന്നാണ്. സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ സർവശക്തനാണെന്ന് നമ്മളെല്ലാം വിശ്വസിക്കുന്ന ശ്രീരാമചന്ദ്ര പ്രഭുവിന് കണ്ണീര് കൊണ്ട് കലങ്ങിയിട്ട് ഇത് കാണാൻ പറ്റുന്നില്ല. ലക്ഷ്മണനാണിത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതെ, ഇത് അമ്മയുടെ തന്നെയാണ്. നിത്യം പാദം വന്ദിക്കുന്നതുകൊണ്ട് അമ്മയുടെ പാദസരം അറിയാം. ഒറ്റയ്ക്കൊരാളെ അല്ല ഹനുമാൻ ഇവരുടെ ബന്ധുവല്ല, ഇവരെ മുമ്പ് പരിചയമില്ല, സീത ആരാന്നറിയില്ല. ഒറ്റയ്ക്കൊരു മിഷന് വിടുകയാണ്. അതൊരു എനിക്കൊന്ന് പെർഹാപ്സ് ലോകത്തെ ഏറ്റവും വലിയൊരു മിഷനാണത്. ഒറ്റയ്ക്കൊരാൾ ജില്ല, എന്നിട്ട് ഒരു ലോകത്തെ ഏറ്റവും വില്ലാളി വീരൻ, ആയിരക്കണക്കിന് വർഷത്തെ തപോബലം പാകിസ്ഥാനിലുണ്ട് അജ്ഞാതൻ. അപ്പോൾ അതുണ്ട്. അത് പിന്നെ പല ആൾക്കാർ പല സ്ഥലത്ത് പ്ലോട്ട് ചെയ്ത് ചെയ്യുകയാണ്, ഒരു വ്യക്തിയല്ലല്ലോ. ഇതങ്ങനെയല്ല. ഇത് ലങ്കാലക്ഷ്മി, ലങ്ക കാക്കുന്ന ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഈ അഷ്ടലക്ഷ്മിയുള്ള ഒരാളാണ്. അഷ്ടലക്ഷ്മിയിലെ വീരലക്ഷ്മിയാണ് ലങ്കാലക്ഷ്മി. ആ ലക്ഷ്മി എന്ത് തരത്തിലും ശക്തിയാണ്, എല്ലാ ദേവതകളും തടുക്കാൻ കഴിയും. മന്ത്രക്കെട്ടുകളെ തടുക്കാൻ പറ്റും, ആരകത്ത് വന്നാലും തള്ളാൻ പറ്റും. ആ ഹനുമാൻ്റെ ഒരു ഒറ്റ ഇടിക്ക് അവൾ മയ്യത്തായി. മറ്റേ ഓരോ ഭാഷയിൽ പറഞ്ഞ മലബാർ ഭാഷയിൽ പറഞ്ഞാൽ ഒറ്റയടിക്ക് മയ്യത്തായി പോയി. ഇപ്പം ഞാൻ പറഞ്ഞതിനർത്ഥം ഹനുമാൻ്റെ ഒരു പ്രത്യേകത അതാണ്. സത്യസന്ധമായ ധാർമ്മികമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് അപകടം ഉണ്ടെങ്കിലും ഹനുമാനെ കൊണ്ട് പരിഹരിക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. സന്തോഷം, പരിഹാരമുണ്ടല്ലോ. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.